എന്താ മോളെ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ പൈസ തരാ പറഞ്ഞാ തരടോ. ഇതിനു മുമ്പ് മേടിച്ചു വന്നിട്ടില്ലേ? നിന്റെ 5 ലക്ഷം കൂടെ നാടന്ന് വിട്ടുപോല. ആ കഴുതേ, നിന്റെ വീട്ടുകാർ എന്നെ പറ്റിച്ചതുകൊണ്ടാടി കൊണ്ട ചെറ്റയുടെ വർത്താനൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നത്. എന്റെ ജോലിക്ക് 100 പവൻ 10 ലക്ഷം കണ്ണുമൂടി തരികയാണ്. എന്റെ കഷ്ടകാലത്ത് നിന്ന് ഞാൻ കെട്ടി. എന്നിട്ട് നിന്റെ വീട്ടുകാർ എനിക്ക് എത്രയാ തന്നെ? 70 പവൻ 5 ലക്ഷം ഉറുപ്പിയോ? മര്യാദക്ക് പോയിട്ട് പോക്കെ പൈസ മേടിച്ചു വന്നോ, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത ഓർമ്മയില്ലേ? പകുതി ജീവനാക്കി വിടലോ, കൊന്ന കെട്ടി തൂക്കി ഞാൻ. കല്യാണം കഴിഞ്ഞ് 1 മാസം പോലും സന്തോഷമായിരുന്നിട്ടില്ല ചേച്ചി. അപ്പോഴേക്കും തുടങ്ങി സ്ത്രീധനത്തിന്റെ പേരിൽ വഴക്ക്. എന്നും അത് തന്നെയായിരുന്നു അവസ്ഥ. വീട്ടുകാരോട് പറഞ്ഞപ്പോ ഇത്രയും സ്വർണവും പണവും തന്ന് കെട്ടിച്ചു വിട്ടതല്ലേ, നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുന്ന പറയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന ചേച്ചി, എനിക്ക് വേറെ പോകാൻ ഒരിടമില്ല. അതുകൊണ്ടാ അവസാനം ഞാൻ ഈ തീരുമാനത്തിലെടുത്തത്. കല്യാണം പറഞ്ഞ അതൊക്കെ ഒരു ഭാഗ്യ മോളെ. എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുള്ള ജീവിതം കിട്ടണമെന്നില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചാകുമ്പോഴായിരിക്കും ഭർത്താവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് നമുക്ക് മനസ്സിലാവുക. കുറെ ആൾക്കാർ സന്തോഷത്തോടിരിക്കും, ചില ആൾക്കാർ കുട്ടിന്റെ ഭർത്താവിനെ പോലെ വല്ല കള്ളുകൂടിയോ വല്ല ദുശീലങ്ങളോ ഉള്ളവരായിരിക്കും. അത് പറഞ്ഞും കണ്ട് നമ്മുടെ ജീവിതം അതോടെ കഴിഞ്ഞു നേരത്തെ ഏതോ ഒരുത്തും കുട്ടിന്റെ കഴുത്തിൽ താലി കെട്ടി അവന്റെ സ്വഭാവം ശരിയല്ല പറഞ്ഞും കണ്ട് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പോവുക. ഇത്രയേ ഉള്ളൂ ഒരു ജീവന്റെ വില. മോൾക്ക് എന്റെ കാര്യം അറിയോ? കല്യാണം കഴിഞ്ഞ് കുറച്ചു മാത്രം ഞാൻ സന്തോഷത്തോടെ ഇരുന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് മൂപ്പന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അതിനിടയ്ക്ക് എനിക്ക് 2 മക്കളുമായി. പിന്നെ മോളെ വീട്ടുകാരന്റെ അതേ അവസ്ഥയായിരുന്നു എന്റെ വീട്ടുകാരും. ഭർത്താവിന്റെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുന്ന അവര് പറഞ്ഞത്. എന്റെ എനിക്ക് പോകാൻ വേറെ ഒരു ഇടമില്ലാത്ത കാരണം എന്റെ മക്കൾക്ക് വേണ്ടി കുറെ കാലം ഞാൻ അവിടെ പിടിച്ചു നിന്നു. പിന്നെ എന്റെ മക്കളെ കാണാൻ പറ്റാത്ത കുറെ സ്വഭാവങ്ങൾ മൂപ്പർക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒന്നും നോക്കിയില്ല. അന്ന് ഇറങ്ങിയതാ ഞാൻ വീട് വിട്ടിട്ട്. എന്റെ ഭർത്താവിന്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മരിക്കാൻ തയ്യാറല്ലായിരുന്നു. ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന എനിക്കൊരു വാശിയായിരുന്നു. പിന്നെ ഞാൻ ചെയ്യാത്ത പണികളില്ല. ഒരുപാട് വീടുകളിൽ മാറി മാറി ജോലിക്ക് പോയി, കെട്ടിടം പണിക്ക് പോയി, രാത്രി വന്ന് തട്ടുകടലിൽ ജോലി ചെയ്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് എന്റെ മക്കളെ നല്ല പോലെ പഠിപ്പിച്ചപ്പോ നല്ല നിലയ്ക്ക് എത്തിച്ചു ഞാൻ. ഇന്ന് മോൾ ചിന്തിച്ച പോലെ അന്ന് ഞാൻ ചിന്തിച്ചതാണെങ്കിൽ ഇപ്പൊ എന്റെ മക്കൾ അനാഥയായി പോയേനെ. ആളില്ലാത്ത സമയത്ത് പുഴയോർത്ത് വന്ന് നിൽക്കാതെ നമുക്ക് പേടിയാ. അതിൽ ചാടി മരിക്കാൻ മോള് കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അതിൽ പകുതി ധൈര്യം കൂടി വേണ്ട മോളെ ജീവിച്ചു കാണിക്കാൻ. എന്റെ ഇളയ മോൾക്ക് മോളെ അതേ പ്രായോ. ഇപ്പൊ ഡൽഹിയിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാ. എന്റെ മോനെ ദുബായിൽ ബിസിനസ്സാ. അവന്റെ അമ്മനെ കുറിച്ച് പറയാൻ അവർക്ക് 100 നാവാ. പിന്നെ ഞാൻ ആദ്യം ജോലി ചെയ്ത് തട്ടുകട ഉണ്ടല്ലോ, അത് ഞാനങ്ങ് വാങ്ങി. ഇപ്പോൾ സ്വന്തമായിട്ട് വലിയൊരു ഹോട്ടൽ നടത്തുക. ഇനി മോള് തീരുമാനിക്ക്, ആരെങ്കിലും ചെയ്ത തെറ്റിന് സ്വന്തം ജീവിതം ഇല്ലാതാക്കണോ അതോ ജീവിച്ച് കാണിച്ചു കൊടുത്ത് മറ്റുള്ളവർക്കൊരു മാതൃകയാകണോ എന്നുള്ളത്. സന്ധ്യ, എടോ താൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന് മുന്നിൽ ഞാൻ രാവിലെ മുതൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റിനോട് പറഞ്ഞയച്ചപ്പോൾ തനിക്ക് എന്നെ കാണാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. അതാ ഞാൻ ഇവിടെ വന്ന് നിന്ന്. എന്താ കാര്യം? ഹെൽത്തൊരു പോലീസ് സ്റ്റേഷൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
നാളെ ഹാജരാകാൻ വേണ്ടിയിട്ട്. എടോ, ആ കേസൊന്ന് പിൻവലിക്കാൻ പറ്റുമോ? സന്ധ്യൻ്റെ വീട്ടുകാരിൽ നിന്ന് മേടിച്ച സ്വർണവും പണവും കല്യാണത്തിന് ചിലവായി എല്ലാ പൈസ ഞാൻ കൊടുക്കാം. പ്ലീസ്, സ്ത്രീധനത്തിന്റെ പേരിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്താൽ അതെന്റെ കരിയറിനെ ബാധിക്കും, എൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടും. ഞാൻ സന്ധ്യൻ്റെ കാല് പിടിക്കാം. ഞാനന്ന് വീട് വിട്ടിറങ്ങുമ്പോ താൻ എന്നോട് എന്താ പറഞ്ഞത്? എവിടെയെങ്കിലും പോയി സൂയിസൈഡ് ചെയ്യുന്നല്ലേ? ആദ്യം മരിക്കാൻ തന്നെ തീരുമാനിച്ച്, പിന്നെ ചിന്തിച്ചു തന്നെ പോലെ ഒരുത്തിന് വേണ്ടി ഞാനെന്തിനാ എന്റെ ജീവിതം ഇല്ലാതാക്കണെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ ഒരു പെണ്ണ് ഒരുമ്പിട്ടിറങ്ങിയ എന്തൊക്കെ സംഭവിക്കുന്നു? അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. മകളെ കെട്ട സ്ത്രീധനമാണെന്ന് പറഞ്ഞു വരുന്നവർക്ക് അവർക്ക് പെണ്ണല്ല പണമാണ് വലുതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ മാതാപിതാക്കളുണ്ട്. അവർ ചോദിക്കുന്നതിന്റെ ഇരട്ടി പൊന്നും പണവും കൊടുത്ത് മകളെ കെട്ടിച്ചു വിടുന്നില്ലേ, അവരാ ഏറ്റവും വലിയ തെറ്റുകാര്. തന്നോട് എനിക്ക് ദേഷ്യ വാശിയൊന്നുമില്ല, പക്ഷെ തന്നെ പോലെ കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ തന്റെ ജീവിതം ഒരു പാഠമായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയെന്നെ ചെയ്യും. അതിലൊരു മാറ്റവും ഇല്ല. ആ അപർണ, ഇല്ലടോ, കല്യാണം പെട്ടെന്നായിരുന്നു, ആരെയും വിളിക്കാൻ പറ്റിയില്ല. അതോർത്ത് പേടിക്കണ്ട, ഞങ്ങളൊരു പാർട്ടി നടത്തുന്നുണ്ട്, അപ്പൊ എല്ലാരും വിളിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ഇവിടെ കോഴിക്കോട് CA ആയിട്ട് വർക്ക് ചെയ്യാ. എനിക്കും പ്രൊമോഷൻ ആയിടോ, ഞാനിവിടെ വെസ്റ്റ് ഹില്ലില്ല. ഓക്കേടാ, ആ സമയത്ത് വിളിക്കാം, എന്തായാലും മറക്കാണ്ട് വന്നാ മതി. ഓക്കെ, ശരി. ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് ഫേസ് ചെയ്യാൻ അറിയാതെ പെട്ടെന്ന് തന്നെ സൂയിസൈഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണത്. ജീവിതം എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ഒരുപക്ഷെ ഇതുപോലത്തെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അന്നേരം അത് ഫേസ് ചെയ്യാൻ അറിയാതെ ജീവിതം അവസാനിപ്പിക്കുകയല്ല പോംവഴി. മറിച്ച് നമ്മുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിനൊരു ഫൈറ്റ് ചെയ്ത് ഓവർകം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയമുണ്ടാകും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക.